കാസുമാട്ടി ഉണ്ടാ വരുന്നു. നിങ്ങളൊക്കെ കായ എന്തേലും ഉണ്ടോ? തെകീല, ഇതില് കായ് തെകീല. അതിന് കുറച്ച് കായ് വേണം. നിങ്ങളൊക്കെ ഉണ്ടോ? പെൻഷൻ കിട്ടിയ കായ് ഉണ്ടോ? ഒക്കെ ചെലവായി പോയി. എന്താ ഇപ്പൊ നിങ്ങൾ കാട്ടിയത്? ഓരോ ആൾക്ക് കൊടുക്കാനോ കൊടുത്തു. ഇവിടെ കാര്യമില്ല. നാണിപ്പാന്റെ വല്ല വർത്താനം നിങ്ങൾ പറഞ്ഞോ? ഓൻ വരിയാത്തരേ? ഓൻ വരികയെന്ന് പറയുന്നത് കടം കൊണ്ട് ഇപ്പൊ നമ്മൾ എന്താ കാട്ടുക? എന്താ ചിജാന്ന് ഊണൂല ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് വന്നിക്കണത്. കടം കൊണ്ട് ഇപ്പൊ ഉൽപ്പാദിക്കല്ലോ. ഏത് വൈക്കാ തിരിയുണ്ടു എവിടുക്കാ പോണൂന്ന് യാതൊരു കുച്ചിയില്ലാതെപ്പോ മനുഷ്യന് ഉരുകാണ്. ഓപ്പൊ പോയി ലൂക്കില് ഒരു ഇന്ന കാണാൻ പൂതിയാകാണ്. ഇല്ല പണ്ടോ പന്നിക്കുട്ടി ഒക്കെ അവിടെ പണയം വെച്ചങ്ങാണ്ട് ഓനെ പറഞ്ഞയച്ചതായിരുന്നു. എന്താ ഞമ്മൾ ഇനി ഇതോട്ടൊക്കെ പട കാട്ടുന്നു? ഏത് ബൈക്കാ പോണു? വെള്ളം വന്നങ്ങാണ്ട് അതിലേറെ. ഇപ്പൊ ആ കുട്ടികൾക്ക് നേരം വെളുക്കുമ്പോ ഒരു തുള്ളി ചായന്റെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ ആകാശത വണ്ടി വരുന്നു. ബൈക്ക് ഇനി മുയിമ കായ് തികയില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് പോകും വേണം. ഓളോട് ചോദിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും തരലുണ്ട്. ഏറെ കാര്യങ്ങൾക്ക് വയറ്റിന്റെ മായർക്കും സ്കൂൾക്കും പറഞ്ഞേക്കാൻ ഒരു തുള്ളി ചൂടിലാണെങ്കിൽ ആ വെള്ളം മണ്ണിൽ സർവ്വ വിറകും നനഞ്ഞ് പുണ്ടിയായി ഒക്കെ അതിൽ ഇപ്പൊ അത് ഊതിക്കത്തിച്ചാൽ മതിയായിരുന്നു. ഓലക്കൊടിയൊക്കെ നനഞ്ഞു പോയി. ഇടങ്ങേറ് വരുമ്പോ ഒക്കെപ്പാടെ തലന്റെ മുകളിൽ വരും തന്നെ. നിരീച്ചൊക്കെ അവസാനം നായി കൊള്ളിടീന് നായി എന്നെ കൊള്ളുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് കാട്ടിട്ടും കാര്യമല്ല. വണ്ടി വന്നുപ്പോ മൊയ്മ കായും തികയില്ല. എന്താപ്പൊ നീ ഇതോട്ട് കാട്ട? സുബൈദാനോട് ഞാൻ രാവിലെ ചോദിച്ചിരുന്നു. ആനുവോ എന്നാ ഞാൻ ആ പെണ്ണിനോട് എത്ര കാസിന്? 850. സുബൈദ ഞാൻ വാങ്ങിക്കൊണ്ട് വരട്ടോ. അപ്പൊ ഇതൂടെ സുബൈദ. ഓയ് ഞാൻ രാവിലെ ചോദിച്ചാ എന്തൊക്കെയല്ലേ പെണ്ണേ കാസുമാട്ടി പെട്ടെന്ന് വന്നിക്കുക. അത് ഞാനാ പറഞ്ഞ കായിന്റെ കൊണ്ടുവന്നേ. ഞാൻ സ്കൂൾക്ക് കുട്ടികളെ കൊണ്ടേക്കാൻ പോയതാണ്. തന്നെ ഞാൻ എന്റെ കായ് ഉണ്ടാ കജ്ജിലുണ്ടോ? എത്ര വേണ്ടു? എന്തോ മൊബൈലിൽ കൂടെ ഉരുളുണ്ടല്ലോ, അതായാലും മതി. അല്ല പൈസ ആയിട്ട് എത്ര വേണ്ടു? 500 വേണം. എത്ര 500 മാനു പറഞ്ഞത് വണ്ടിക്കാരൻ. ബാക്കിയുണ്ടോ? ബാക്കി ഒരു തെരുവ് ഇങ്ങോട്ട് കാട്ടു. അതല്ലേ കൂടെ ബാക്കി കൊടുക്കണ്ടോ? ബാക്കി അതിലിന്റെ ഒക്കെ ഉണ്ട്. എന്നാ അതാണ് കൊടുത്താണ്. പെൻഷൻ കിട്ടിയ കായ് ഉണ്ടായിരുന്നു. അത് മരുന്ന് വാങ്ങിട്ട് ബാക്കി തരണ്ട അവിടെ. ഇതാ കരി വെളുക്കുമ്പോ പന ഇതില്ലാതെ മനുഷ്യന് ജീവിച്ചാനും കജൂല. അതാണ് ഇപ്പൊ കോലേ. മഴ വന്നിട്ട് ഫുള്ള് കണ്ടിട്ട് അതിന്റെ കാൽമ ചെരുപ്പില്ല. കാൽമടാന് വിളിച്ചു പോയി. അല്ല നബീസാത്ത എന്ത് ചെരുപ്പൊക്കെ ഇട്ടിക്കണു? എന്ത് ചെരുപ്പൊക്കെ ഇട്ടിക്കണു? അപ്പൊ പെണ്ണെ അന്നാ മയില് ഫുള്ള് സാധനം പോയില് വലിച്ചിട്ടേ ചെരുപ്പ് വാങ്ങിട്ട് വേണ്ടേ? ഇപ്പൊ പെൻഷൻ കിട്ടണേ. രണ്ട് വിധത്തിലുള്ള ചെരുപ്പായാലും അതിന്റെ കഥ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ നടക്കണ്ടേ? ഇജിന്റെ വല്ല കഥ അറിഞ്ഞിക്കണോ? ഇവിടെ പോരെ ഈ ഗ്യാസിന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞുതരാ. എത്ര കുട്ടി വെച്ച് പറഞ്ഞു മാനിയോ? 850. അങ്ങോട്ട് വെച്ചില്ലേ വണ്ടി സാധനം? ചായ വെള്ളം എന്തെങ്കിലും വേണോ എനിക്ക്? ആയിക്കോട്ടെ. 850. സുബൈദ 850 ഉറുപ്പ്യ എത്ര ഇപ്പൊ ഗ്യാസിനെ? അപ്പൊ ഞാൻ അടക്കിപ്പോ എത്ര ഇതിന്റെ ബാക്കി തരാണ്ടോ? ഇതില് 150 ഉണ്ടല്ലേ? 350 കൂടി തരണം. ഞാന് പിന്നെ അത് ഞാൻ തരാം. പൈസ കുറച്ച് കുറവുണ്ടാറ് 500 ഉറുപ്പിട്ട് കൈ പിടിച്ചാണ് സ്കൂൾ കൊണ്ടുപോയി. ഇപ്പാക്ക് പെൻഷൻ കിട്ടലുണ്ടല്ലോ ചൊക്കെ ഉണ്ടാലോ. ഈ മരുന്നും കുളികയും കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായിന്ന് കിട്ടുക? അപ്പൊ ഇപ്പൊ കുടുങ്ങുമ്പോഴൊക്കെ ഞാൻ അതിന്റെ ഒക്കെ വാങ്ങലാണ്. ഇന്ന് അതിനോട് ചോദിച്ചപ്പോഴും ഇല്ല. രണ്ടാമത് കിട്ടിയിട്ട് വേണ്ടി വരും. ഓണത്തിന് കിട്ടും. ഓണത്തിന് കിട്ടും. പിന്നെ ശ്വാസം മുട്ടി പിന്നെ എച്ച് കിട്ടുന്നില്ല. അതോട്ടല്ലേ ഇപ്പൊ ഈ കുളികയും മരുന്നു. എന്റെ നാണിന്റെ ഒക്കെ എന്തൊക്കെ കിട്ടിയിട്ട് വല്ല കഥ അറിഞ്ഞിക്കണോ? എന്താ ഞാനില്ലല്ലോ. ഞാൻ പറഞ്ഞയച്ചു. പച്ചമ്പനും കൂടി ഊരികാടൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞയച്ചു. ഓനിപ്പോ വന്നോ? ഇല്ല. ഓനിപ്പോ മിഞ്ഞാന്ന് വന്നിക്കണു. ഓന് ഈ ഭാഗത്തുനിന്ന് എടുത്താ പറ്റ ആ ഭാഗത്ത് കൂടി വരികയാണ് ഇറങ്ങാണ്ട് പോതോടത്തുകൂടു. എന്താ കുട്ടിക്ക് പറ്റിയത്? അവിടെ എത്തി പണിക്കിറങ്ങിന്നോ? പണിക്ക് എന്തോ ചെറിയതൊന്നും കിട്ടിയിരിക്കണു. പണിക്ക് ഇറങ്ങിയിട്ട് തേരെ പണ്ടൊക്കെ ഉണ്ടാന്നു. അതൊക്കെ ഒന്ന് എടുത്ത് ഇവിടെ വന്നാലേ കോലപ്പല്ലേ തൊഴിലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ പറയില്ലേ ഉറവ് പൊട്ടിയിട്ട് മിറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാല. പെരന്റെ ഉള്ളിൽ തന്നെ ഉറവ് പൊട്ടുന്ന കോലാണ് പറയണു. അതാ കുത്തിരിക്കണ്ട വെക്കണ മാതിരി അവിടെ നിന്നുങ്ങാണ്ട് എന്തെങ്കിലും ഒരു മിസ് ഇട്ടാനല്ലേ ഞാൻ ഓനെ പറഞ്ഞത്. കഷ്ടം ഇടങ്ങേറായി. ആ കുട്ടികൾ മുട്ടായിക്കാണ് അതാ തന്നെ ആയിട്ട് ചോദിക്കുമ്പോ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞയച്ചതാണ്. ഇപ്പോര്
വെള്ളം കേറിട്ടേക്കാരം ഈ പുതിലൊക്കെ നേരൊക്കെ കണ്ടച്ച് പുതില്. പിന്നെ അതല്ലേ അല്ല മോനെ ദുഃഖപ്പെട്ടു ഉത്തിരിട്ട് എന്താ കാര്യം? എന്തേ പണ്ടായത്? എന്തേ പണക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യത്തി പൈസ ഉണ്ടാക്കി പറഞ്ഞയച്ച് ഇജ്ജിപ്പോ എന്തേ കാട്ടിയത്? പണ്ടജ്ജ് പണയം വെച്ച് കണ്ടിച്ച് പോയി. ആ പണ്ടെടുത്ത് ഇജ്ജ് പോരും ചെയ്തു. പിന്നെ എന്തേ അതിന്റെ പലിശ കൊടുത്തൂലേ? ഈ തോട്ടം കൊത്തലാണ് ഒരാകല്ല പണി, അല്ലേ അറിയാലോ. എന്തേ മെയ്തേജിന്റെ ആ തോട്ടം കൊത്തുന്ന പണി അതിനൊന്ന് കര കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കാട്ടി പറഞ്ഞത്. ഇനിയിപ്പൊ അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യങ്ങൾ കുറച്ചും കിട്ടിയിരുന്നാണ്. ഇങ്ങനെ കരഞ്ഞിട്ടും പിന്നെ വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഇപ്പൊ ഇനി കാര്യമല്ല. ഇനിയിപ്പൊ എന്താ കാട്ടാൻ പറ്റുള്ളൂ അറിയോ? ഓ ഇനിയിപ്പോ ഓന അടുത്തിന് പണി കിട്ടൂല എനക്ക്. കൊത്താൻ ആളുണ്ട് അതായിട്ട് ഓരോ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പോവുക, അല്ലാപ്പൊ എന്താ കാട്ടുക? ഇനി ഇജ്ജ് പോവും വേണ്ട. ആ കുട്ടികളും മക്കളെയും ഒക്കെ ഒരു സ്കൂളും മറ്റതും കായിലായിട്ട് ഇപ്പൊ ഞാൻ അന്റെയൊക്കെ 500 റുപ്യ വാങ്ങണ്ടിരുന്നു. പിന്നെ ഇപ്പൊ ഇനി എന്താന്നറിയോ? ഇനിയിപ്പോ നമ്മളെ കൈയൊക്കെ നല്ലൊരു സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കണത്. ഡയമണ്ടിൽ നിങ്ങൾ ഓനെയും കൂടി കൂട്ടിയിട്ടാണ് വർക്ക് ചെയ്തോളി. പറഞ്ഞേക്കണ്ട. ഇനി അതിന്റെ നല്ലോണാണ് അതന്നെ പറഞ്ഞതേ. ആ ഡയമണ്ടിന്റെ കുറച്ച് സാധനങ്ങൾ ഇറക്കുക, എന്നിട്ട് ഓനെയും കൂട്ടിങ്ങാണ്ട് പോവുക വിൽക്കുക. അല്ലാതെ ഈ മയത്തെ എന്ത് പണിക്കാ പോവുക? നിങ്ങൾക്ക് ജീവിച്ചാലേ അതിന് കിട്ടും. അതേ പണി പറ്റുള്ളൂ. അല്ലാതെ എന്താ ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ലല്ലോ. കെളുപ്പക്ക് പറഞ്ഞേക്കണം, കെളുപ്പക്ക് പറഞ്ഞേക്കണം. കുട്ടികൾ അതിലേറെ പറയും ഞങ്ങളപ്പ എന്താ കെളുപ്പ് പോണു അന്നാ പിറ്റേനോട് കുത്തിരിക്കൽ തുടങ്ങിയതായി ഈ കോലം. ഇതിന് ഇനി എന്താ ഒരാളോട് കാര്യം പറഞ്ഞു കൊടുക്കും. ആ സാരില്ല വിസാത്ത ഇനി ഇങ്ങനെ പറ്റുള്ളൂ. ഇതന്നെ ഞാനീ പറഞ്ഞ പണിയെടുക്കുക. ഇനി ഓനെ പറഞ്ഞ ഇങ്ങനെ സങ്കടപ്പെടുത്തണ്ട നിങ്ങള്. കാരണം ഫോനും ഉണ്ടാവും, നല്ലോണം പൈസ കിട്ടണം, ഓന്റെ കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ അതന്നെ. ഓപ്പൊ കാട്ടിയത് അതാണ്. പണ്ടം പണയം വെച്ച് പോയി ആ പണ്ടം എടുത്തു, ഓട് പോരും ചെയ്തു. പിന്നെ ഇപ്പൊ എന്തേ നമുക്ക് 10 പൈസ ലാഭം കിട്ടിയെന്ന്. അതിനാണെങ്കിൽ എന്റെ കുട്ടി എന്തിനാ ഇവിടുന്ന് പോകാൻ നിന്ന്? ആ പണ്ടം പണയം വെക്കായിരുന്നാ പോരേന്നോ? അപ്പഴത്തിന് ഉമ്മാനെ കാണാൻ ഒക്കെ പൂതിയാലും കുട്ടികളെ കാണാൻ പൂതിയാകലും ഗൾഫൊക്കെ പോയ എങ്ങനെയാ 6 മാസം പോയപ്പോഴും ഇടങ്ങേറായി പറഞ്ഞാൽ ഇക്കുറി നല്ലൊരു ഇതാവും വിചാരിച്ചാൽ കഴിഞ്ഞൊരു പോന്നത് എങ്ങനെയായിരുന്നു. വലത്തെ ഭാഗത്ത് കൂടി ഒരു വരുത്തം വന്നു, ഇടത്തെ ഭാഗത്തേക്കും ആ വരുത്തെടുത്ത് പറഞ്ഞു. ഓനെ പല അറ്റാക്കിന്റെ വേദന വിചാരിച്ചിട്ടേ കാരം പേടിച്ചു പോനെ. അപ്പോഴും പോന്നെ ഇക്കുറി അതേ വലത്തെ ഭാഗത്തെ വരുത്തം ഇടത്തെ ഭാഗത്തേക്ക് വന്നു. ഇനിയിപ്പോ തന്നെ ഇനി പോനെ പറഞ്ഞാണ്ട് ടെൻഷൻ ആണ്ടെങ്കിലേ ഉണ്ടാവും. ഇനി ഇതന്നെ സജീവായിട്ട് ആ ഡയമണ്ട് എടുക്കാൻ ഇറങ്ങിക്കോളി. നമുക്ക് എല്ലാവരും കൂടി ഒന്നേറെപ്പോ ഒരു സമാധാനം കിട്ടിക്കണെന്നു. ആ ഡയമണ്ട് അതോട്ടാണ് ഇപ്പൊ ഒരു കയ്യില് ചൂടിലെല്ലാം കുടിച്ചിട്ടത്. അതന്നെ അതിനും പോകണ്ട. ഒരു 10 പേർക്ക് സോപ്പും പൊടി വിറ്റാൽ മതി ഒരു ദിവസം അരിയാങ്ങാനുള്ള പൈസ കിട്ടും. ആ അതന്നെ നല്ല പരിപാടിയാണ്. ഇമ്മ അതീ കൂടി കടന്നിങ്ങനെതാണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? ഉമ്മാന്റെ കയ്യിൽ എത്ര ഗോൾഡ് കോയിനാണ്, എത്ര പൈസ കിട്ടിക്കണു, അക്കൗണ്ടൊക്കെ എത്ര പൈസ കിട്ടിക്കണു. അതിന്റെ പുറത്ത് വേറെ ഓരോ കാര്യങ്ങളും ഇതിൽ കൂടി ഉണ്ട്. അപ്പൊ ഇനി ഇജ്ജ് എന്ത് കാട്ടുക? ഇമ്മാനെ സപ്പോർട്ട് ചെയ്തിട്ട് സജീവായിട്ട് ദീക്കണം ഇറങ്ങിക്കട്ടോ. ഞാൻ കുറച്ച് വന്നുക്കണോന്ന് കണ്ട് പോന്നാണ്. ഞാൻ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അതല്ലടി ഞാനിപ്പോ എന്ത് കരുതിന്നോ, ഓനങ്ങനെ എന്തായാലും പോയിട്ട് ഒരു 10ന്റെ പൈസ ഓന ആ പണ്ടത്തെ കാക്കും ഇതിന്ന് പച്ച കിട്ടുന്നുണ്ടല്ലോ. കുട്ടികൾക്കെല്ലാം ചൂടുവെള്ളം വാങ്ങി കൊടുക്കാൻ ലേമട്ടത് കിട്ടുന്നുണ്ടല്ലോ, ഓരോ മിനിങ്ങും അത് കിട്ടുന്നുണ്ട്. ഓന എക്കടത് കേട്ടോ എന്താട്ടി പണ്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 10 റുപ്യ ഒരു കുട്ടി വരും ജിജു. ഇതൊക്കെ പാടായിട്ട് കുട്ടിനൊക്കെ കെട്ടിച്ചാൻ അതിന് ആ കുയിനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതും എടുത്തേക്ക. ഇപ്പടെ ഈ മഞ്ഞ വന്ന് കേട്ട പുതിലോട്ട് ചെരുപ്പില്ലാതെ ഇപ്പൊ ചെരുപ്പ് കുത്തിയടിച്ച് പോയത് ചെറിഞ്ഞോ? ചെരുപ്പ് പോയിട്ട് രണ്ടിന്റെ ഓരോ വലിയ വിലയൊന്നും ഇല്ലാത്ത 2 ചെരുപ്പേ. അപ്പൊ നമുക്ക് നമുക്ക് ഈ പരിപാടിക്കൊക്കെ പോകണ്ടല്ലേ നിവിസ്ഥാത്ത? നമുക്ക് ഈ ഡയമണ്ടിന്റെ പരിപാടിക്കൊക്കെ പോകാല്ലത്. അല്ലെങ്കിൽ ഈ കാളയും പോത്തും ചെരുപ്പ് ഇട്ടും കണ്ട് മഞ്ഞന്റെ അടിക്ക് പോകാൻ പറ്റും. 200 റുപ്യയിലും വേണ്ട സുബൈദ 2 ചെരുപ്പ്. എന്തേലും കാട്ടിക്കാണ്ട് ചെരുപ്പ് ഇടുക്കി. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനത്തിനൊക്കെ ഓർഡർ കൊടുത്തോളും. ഓനെയും കൂട്ടിക്കാണ്ട് ഓൻ കൈ പിടിച്ചോളും. അല്ല ഇനിയിപ്പോ അതന്നെ ബാക്കി ദിവസവും പിന്നെ മെയ്തജിന്റെ ഇതിന് പോയിക്കോട്ടെ. ബാക്കി ഓന് ഞാനും പാടെ കുറച്ച വെച്ച് കൊണ്ടുവന്ന ഞാനും ഓന് പോന്ന്. പിന്നെ ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തിയാൽ തന്നെ കൊടുക്കലല്ലോ ഇപ്പൊ അമ്മക്ക് ഓരോ പെരയാളി കൂടെ പെരയിൽ പരിചയപ്പെടുത്തി കൊടുത്താൽ 10 പേര് പെരയിൽ എടുത്താൽ മതിയല്ലോ ഞമ്മക്ക്. ചായന കൊണ്ട് എന്താണോ അതിലെല്ലാതും ഉണ്ട്. നമ്മളെ ക്ലീനിങ്ങിന്റെ പ്രോഡക്റ്റ് ഫുള്ളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഐറ്റങ്ങൾ നമ്മളെ മല്ലിപ്പൊടി മുളക് പൊടി പോയത്. പിന്നെ എന്നോട് 5 ഐറ്റം അച്ചാറുണ്ട്, 3 ഐറ്റം സോസ് ഉണ്ട്, 2 ഐറ്റം പായസം ഉണ്ട്. ഇനിയിപ്പോ ഓണാണ്, പായസത്തിനൊക്കെ നല്ല ചെലവേക്കാരം.
ചെറിയ കുടുംബമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഓലിക്ക് ഒരു പെട്ടി ഉണ്ടെങ്കിൽ ഓലിക്കില്ല പായസമായി. പിന്നെ അതേപോലെ തന്നെ തേനുണ്ട്, തേന് നല്ല ശുദ്ധമായ തേനാണ്. പിന്നെ ഇഞ്ചി തേനും വെളുത്തുള്ളി ഈ സാധനങ്ങളൊക്കെ നല്ല നമുക്ക് എന്താന്നാ പറയാ നല്ല സാധനങ്ങളാണ്. അവെല്ലാതും എന്നാ ഏറെ നന്നു ഉമ്മാനി കൂട്ടിയാണ് പോയിട്ടുണ്ടെന്ന് വെച്ചെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു പൈസക്കില്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഇനിയിപ്പോ വന്നീന് നിങ്ങൾ കേരിച്ചണ്ട. അമ്മാരത്തെ ഒരു സംഭവമാണ് നമ്മളെ കൈക്ക് കിട്ടിയിരിക്കണത്. ഇത് വിജയിച്ചാ നബീസാത്ത പിന്നെ എന്ത് ഗൾഫാ. പിന്നെ ആ സെലീനാമേടൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കായ് വാങ്ങണോ കമ്മീഷൻ കിട്ടണതോ അയക്ക് എത്തിയ പിന്നെ നമുക്ക് പിന്നെ ശമ്പളം കിട്ടണ മാതിരി കിട്ടല്ലേ മാസന്മാരെ കൂട്ടി അത് കിട്ടും. അയക്കിട്ട് എത്താൻ ഒരു അതിനങ്ങോട്ട് പണിയെടുത്തോളി. അല്ല ഇനി തോട്ടം കൊത്തിയിലേനും പുതിയ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഓട്ടോറിക്ഷ ചെറിയ മറ്റേ കുറഞ്ഞ വിലക്ക് അത് മതിയായി അടവിട്ടെടുത്താലും മതി. നമുക്ക് ഞാനും ഓനും പാടൊരു വണ്ടി എടുക്ക കൂട്ടിണ്ടല്ലോ കൂട്ടിന്റെ മുന്നിലും പിന്നിലും വെച്ചാലും ഒക്കെ അത് മതി. ഒരു ദിവസത്തിന് അത്രയല്ലേ ഉള്ളൂ വേണ്ടത്. ആൾക്കാരാണ് പറഞ്ഞ് പരിചയപ്പെടുത്തി ഓരോ ഇതിൽ ചേർത്ത് നമുക്ക് ഇതിയൊക്കെ കുറച്ച് പെരക്കാരങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്താല് ആ വീട്ടിൽ കൂടി നമുക്ക് പിന്നെയും പോകേ. പിന്നെ അവിടെ പോലും നമ്മളോട് വിളിച്ച് ചോദിച്ചുമാണെങ്കിൽ വാങ്ങുന്നില്ലോ അല്ല നമ്പറും വാങ്ങി പോന്നാ മതി. ഒരു 10-50 പേര് നമ്മളെ പ്രൊഡക്റ്റ് നമ്മള് പരിചയമല്ലേ. എല്ലാം കഞ്ഞി വേണ്ട, ഞാൻ രാവിലെ പോന്നിക്കണു അല്ലേ വേണ്ട, കഞ്ഞിയൊന്നും വേണ്ട. അത് ഡോക്ടറെ അടുത്ത് പോയി നോക്കിയോ? കുട്ടിയെ വലച്ച ഗ്യാസിന്റെ വെറ്റേക്കാരത് ഒരു കൊല്ലജാടെ കുടിച്ചു നിന്നിക്കണെങ്കി വലിയ ഇടങ്ങേറൊക്കെ ഒന്ന് തീർന്നു. എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല, കഴിഞ്ഞു പോയത് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞങ്ങാണ്ട് പോന്നില്ലേ, ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞ വഴി തന്നെ എടുക്കട്ടോ. ആ ഇനിജ് മറക്കണ്ട. എന്തേലും കാട്ടിയാണ് ഞാൻ സ്കൂട്ടിമ്മ ഇപ്പൊ സൽക്കാല സ്കൂട്ടിമ്മ പോയാലും മതി. എന്നിട്ട് ഇത് നല്ലൊരു ഞാൻ രാവിലെ വെള്ളത്തിന് കൂട്ടാനൊന്നും ചൊക്കില്ല. കൂട്ടാനുമ്പോ ഒന്നും ഇപ്പൊ കുറച്ചായിട്ട് തിരിയലില്ല. എന്തിട്ടാ കൂട്ടാൻ വെക്കോളൂ. ഞാൻ എന്നോട് ആ പത്തല കൂട്ടാൻ വെക്കാൻ വരാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊക്കെ നാളെ നേരം വീട്ടാ തന്നെ അറിയിക്കോളൂ. എനക്ക് കൈക്കോട്ടേറ്റ് കളക്കാപ്പി നെഞ്ഞുവേദന എനക്ക് അതിന് വയ്ക്കുവോ? ഒരു 2-3 കിറ്റ് ഒരു ദിവസം ചെലവായാല് എത്ര ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടണോ? പിന്നെ ഇത് കൊണ്ടുപോയി കൊടുത്താൽ ആളുകള് നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ആ സോപ്പ് പൊടി ഉണ്ടോ, അല്ലെങ്കിൽ നിലം തുടക്കണതുണ്ടോ, കക്കൂസുണ്ടോ, പിന്നെ മസാലപ്പൊടികള് എന്തോരം നല്ല സാധനങ്ങളാണ് അറിയോ. നമ്മളെ മുളകും പൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്റെ കണക്ക് അറിയണ ആൾക്കാരോടൊക്കെ പറഞ്ഞ് ഉമ്മാനെ കഴിച്ചിലാക്കണം കേട്ടോ. ഇനി അതുള്ളു രക്ഷ. അല്ല അപ്പൊ ഇനി നമ്മള് വേറെ എന്തൊക്കെയാലും ഒന്ന് ഒരുങ്ങി ഇറങ്ങി അതോ വിജയിച്ച് കിട്ടുമ്പോഴത്തേന് ഒരുപാട് പണിയാണ്. കിട്ടിയത് മുറുക്കി പിടിച്ച് നമ്മള് അപ്പൊ നമുക്ക് നല്ലൊരു സംഭവമാണ് നമുക്ക് നമ്മളെ കൈയ്ക്ക് കിട്ടിയിരിക്കണത്. അത് നമ്മളെ എംഡിനെയൊക്കെ നമ്മൾ ബഹുമാനിച്ചണം. കാരണം അമ്മാര് സംഭവം നമ്മളെ ഈ നാട്ടിലില്ലൊരു കമ്പനി നമുക്ക് കുടിച്ച ഇങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടിയതേ. അതിനൊക്കെ പഠിച്ചവൻ അതിന്റെ ആയുസ്സും ആരോഗ്യവും പിന്നെ എംഡിക്കും കുടുംബത്തിനും ഒക്കെ പഠിച്ചവൻ കൊടുക്കട്ടെ. അതുണ്ടെങ്കിലല്ലേ നമുക്കിത് നിലനിന്ന് പോകുള്ളൂ. അപ്പൊ ഇത് നോക്കണം. അതിന്റെ പേരാ ചെട്ടിപ്പടിക്കേ, മലപ്പുറം ചെട്ടിപ്പടിക്കണേ. ഓഫീസും പരപ്പനങ്ങാടി ചെട്ടിപ്പടിക്കണേ. ഓഫീസും അവിടെ തന്നെയാണ്. എംഡിന്റെ വീടും അടുത്ത്. എപ്പോ വേണമെങ്കിലും നമുക്ക് പോയി കാണാം. 4 കുട്ടികളുടെ എംഡിന്റെ അതേ മാതിരില്ല 4 ആൺകുട്ടികള്. അങ്ങനെ നമ്മളിപ്പോ ഭയങ്കര ഒരു പഠിച്ചവനെ പേടിയുള്ളൊരു ആളാണ്. അപ്പൊ നമ്മളൊരു ഉറുപ്പി എവിടെയും പോകൂല. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഉറുപ്പി കിട്ടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് ഏതെങ്കിലും വൈക്ക് നമ്മളെ കയ്യിൽ തന്നെ തരും. അപ്പൊ അത് എന്തായാലും ഇജ നോക്കട്ടോ. കഞ്ഞുടിച്ചോ? കഞ്ഞുടിയായിട്ട് പിന്നെ ആടുകുട്ടികളല്ലേ ഈ ആട് പോത്തെ മൂരിക്കുട്ടി എന്ന് പറഞ്ഞാണ്ട് ചെക്കന്മാരൊക്കെ പറയണ്ട ഉമ്മ ഞങ്ങളെ ചേരും കോലം പറ്റി പറഞ്ഞിക്കണു 2-3 നാൾ നോക്കാൻ വരാറ്. ആടുകളാണ് ഒഴിവാക്കി ഈ ചെറുക്കനെയും കൂട്ടിയാണ്ട് അതന്നെ അതൊക്കെ ഒഴിവാക്കി തന്നെയാണ്. പലതേറ്റം നടന്നാല് നമ്മൾ ഇതിൽ വിജയിച്ചാവൂല. അപ്പൊ അതന്നെ നമുക്ക് ജയിലെ പോയാലും നമ്മളെ മനസ്സിൽ എന്ത് കാരണം എന്റെ ആടുകൾക്ക് ചൊറവ് പൊട്ടി ആടിനെയും കന്നുകാളെയും നേരെ ജയിലെ പോയാലും നമ്മളെ മനസ്സിൽ ആടുകളല്ലേ കാരം അല്ലേ. ആടിന് പൊന്ത കൊടുക്കണം, ആടിന് വെള്ളം കൊടുക്കണം. അതിന്റെ പിന്നെ ആട്ടുംകാട്ടോ ഒന്നിനും ഉണ്ടാവൂല. ആട്ടുംകാട്ടോ കൊടുക്കും, ഒരു തേർച്ച പാലും കൊടുക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ ഞാൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൊടുക്കണ്ടല്ലോ വിറ്റിങ്ങാണ്ട് നമുക്ക് എല്ലാവർക്കും പാടെ ഞമ്മക്ക് ഒരുമിച്ച് തീ കൂടിയാണ് പണിയെടുത്തുങ്ങാണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക ഞമ്മക്കൊന്ന് നോക്കുക കേട്ടില്ലേ. പിന്നെ നമ്മള് പറ്റാത്തൊരു സാധനം ഒരു മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കണില്ല. നമ്മള് നല്ല സാധനങ്ങളെ കൊടുക്കണം. അതുകൊണ്ട് ഞമ്മക്ക്
ആരെടുത്തുക്കും എന്തെങ്കിലും ഒരേ ആ ഉമ്മളെ കരച്ചൊക്കെ ആ, ആയിക്കോട്ടെ. പള്ളിക്ക് ഇപ്പൊ വരും തേതാലിയൊക്കെ ഇപ്പൊ വരും വാങ്ങും. ഇതിലെല്ലാതും ഇല്ല കുട്ടിയെ വേണ്ടേ അത് കിട്ടല്ലേ ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലേ ആ 2 പെട്ടി മതി ഇന്ന് ദിവസം ഈ 2 പെട്ടിയല വായാലും എന്താന്നോ അതിനില്ലേ കിട്ടും ദിവസം ഈ 2 പെട്ടിയല വായാലേ അന്റെ അന്നത്തെ ഉപ്പുമുളകും ചെലവിനും ആയി അതെ എന്നിട്ടാണ്ട് വെച്ചാ നീ ജയിലാണ് ഇറങ്ങിക്കോ ആരേലും നമ്പർ തരൂ അപ്പൊ ആ നമ്പറൊക്കെ തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ഇതേ ആരേലും ഒക്കെ ഇതില് പിന്നെ ഇതാവും നമ്പർ പണിയെടുക്കാൻ പറ്റിയ കുട്ടികളെ ആരെയൊക്കെ കാണുകയാണെങ്കിൽ പണിയില്ലാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ആരേലും ചോദിച്ചാണെങ്കിൽ നമ്പർ വാങ്ങിക്കൊള്ളൂ ഓർക്കും ഒരു തൊഴിലാക്കി മാറ്റി കൊടുക്ക ജീവിച്ചാൻ ഇത് മതിയല്ലോ ഇനി വേറെ ഞാൻ ഇപ്പൊ ഒന്നും ഒക്കെ തിരിയണ്ട അന്റെ ഈ തലവേദനയും അന്റെ ഈ മുട്ടുവേദനയും നെഞ്ഞുവേദനയും ആയിട്ട് ഇനി ഒരു പണി എടുക്കൂല പിന്നെ അടൊക്കെ പെയ്ത എങ്ങനെ ഉണ്ടാകുന്ന സാധനം ആ പോക്കൊണ്ട് അവിടെ പുടുത്തം കയറ്റി വിടണോല അത്രേ മുടിയൊക്കെ ഇങ്ങനെ കാട്ടിട്ട് അത്രേ ഒരു മുടിയെ കയറ്റി വിടണോരേ നോക്കച്ചു ഷുഗർ അതിലേറുണ്ട് എല്ലാ തൊണ്ണം ഉണ്ട് അതിന്റെ അടി കൂടി അപ്പൊ ഇതൊക്കെ കാട്ടിക്കൂട്ടര് ആ ഹെൽമെറ്റ് എടുത്തോ ഇനി വല്ല ക്യാമറ ഇതിലും ഉപ്പ് എടുത്തുവെച്ചാ തലക്കൂതിനൊന്നും ആണ് വെച്ചളാ ഫോണെടുത്ത ഫോണ് ആയിക്കോട്ടെ ആടുകളൊന്നേ ആടുകളെ കഴിഞ്ഞൊക്കെ അതൊക്കെ ഞാൻ വച്ചെടുത്തോണ്ടേ അത് തിരിയട്ടെ അതൊക്കെ കൊടുക്കല്ലേ ആ ചങ്ങായി ഇപ്പോഴും വന്നിട്ടേ അയാള് ചങ്ങായി നാളെ വരാറക്കണം അല്ലേ എന്റെ ആ കമ്മലും ചെറിയൊരു പണ്ടം കൂടി ഉണ്ട് അതുകൊണ്ട് എടുക്കാൻ ആടുകളെ വെച്ചിട്ടാങ്ങട്ടെ അല്ല വള്ളത്തെ കൂടി പൂന്താതിരുന്നാ മതിയായിരുന്നു ഓന് എന്ത് പണിയെടുക്കാനും ഉസാറന്നേന്ന് ഇനിയിപ്പൊ ആ സാധനം കൊണ്ടായാലോ ഓന് മൊയ്മ കഴിഞ്ഞിട്ടേ വരൂ അതിനൊക്കെ അല്ല സാമർത്ഥ്യന്റെ കുട്ടിക്ക് ഇപ്പൊ ആ പറഞ്ഞു കൊടുത്തോണ്ട് എന്താണോ ഓനാ നേരെ ചോട്ട് പൊക്കിക്കും നേരെ മറിച്ച് എന്താണ് ഞാനിപ്പോ അത് പറഞ്ഞ അത്ര തന്നെ കൊള്ളൂല ഇപ്പൊ അത് പറഞ്ഞപ്പോ ഇതിന് നല്ലൊരു സംഭവം മനസ്സിലേക്കാണ് എന്തായാലും ഓഞ്ഞ് പോയി വന്നിട്ടേ ഓൻ അതൊക്കെ ചെലവാക്കിട്ടേ വരുള്ളൂ അത് ഓൻ പോയിന് വന്നീന് നിങ്ങളിങ്ങനെ കരഞ്ഞും പറഞ്ഞും കുത്തിരിക്കരുത് ഇനി നല്ല ഓനെ ഉഷാറാക്കിയിട്ട് ഈ പരിപാടിയിലാ പോവുക പിന്നെ വന്നാല് പിന്നച്ചൊന്ന് വിളിച്ചുകൊണ്ടു പിന്നെ സാധനങ്ങളൊക്കെ ചെലവായ സമാധാനപ്പോ എന്താന്നോ ഓ പണ്ടോ പന്നിക്കുട്ടിയൊക്കെ പണയം വെച്ചങ്ങാട് പോയി അത് എടുത്തോടത്ത് ഓണ് പോയി അതാണ് രസം അതാ ഉണ്ടായത് അത് എടുക്കാതെ പോകുന്ന കൂടി ഓനെന്താ ചെയ്തറിയോ പണ്ടം പണയം വെച്ച് ഗൾഫിൽ പോയി ആ ഗൾഫ് ചെന്ന് പണിയെടുത്ത് ആ പണ്ടങ്ങൾ വേങ്ങുന്നുണ്ട് എടുത്തു കഴിഞ്ഞപ്പോ ഓണ് പോരും ജീവിതം കൂടി സാറില്ല ജീവിച്ചാൽ നമുക്ക് കജിലെ സാധനം കിട്ടിയിട്ടുണ്ട് അതോട്ടാണ് നടക്കട്ടെ അപ്പൊ നഞ്ഞി ഓൻ വന്നിട്ട് ചെന്ന് വിളിച്ചോണ്ടു ഞാൻ ഇപ്പൊ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് എന്തേ ആയി നിച്ചൊന്നും അറിയണ്ടേ അല്ലെങ്കിൽ ഓനോട് അതിലൊന്ന് വരാൻ ഞാൻ ഓനാ പറഞ്ഞേക്കണ്ടേ എന്നാലേ മാനൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ പോട്ടെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ആയിക്കോട്ടെ മിറ്റം നല്ലോണം വൗക്കുന്നു നെയ്സാത്ത നോക്കിക്കോളുണ്ടോ പെണ്ണേ വള്ളം മുത്തറ്റോടല്ലോ മരത്തുന്നേ